ക്യാമ്പുകളിലൂടെയൊക്കെ നമ്മളിങ്ങനെ സന്ദർശിക്കുമ്പോൾ ഓരോരുത്തർക്കും പറയാനുള്ളത് കഥകളാണ്. തൻ്റെ ഉറ്റവരെയും ഉടയവരെയൊക്കെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന നിറഞ്ഞ കഥകളാണ് ഓരോരുത്തർക്കും പറയാനുള്ളതും നമുക്ക് കേൾക്കാനതും. ഇപ്പം എൻ്റെ അടുത്തുള്ളത് മുരളീധരൻ ചേട്ടനാണ്. കുടുംബത്തിലെ 4 പേരെ നഷ്ടപ്പെട്ട മുരളീധരൻ ചേട്ടൻ. ചേട്ടാ, എന്തായിരുന്നു അന്നത്തെ ദിവസം, എങ്ങനെയാണ് സംഭവിച്ചത്? അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ 1 മണിക്ക് നല്ല മഴയായിരുന്നു. നല്ല മഴ എന്ന് പറഞ്ഞാൽ അസാധ്യ മഴ. അപ്പോൾ നമ്മളെ തറവാടും പുഴയായിട്ട് 200 മീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 1 മണിക്ക് വിളിച്ചു. തറവാട്ടിലുള്ളവരെ പിന്നെ അവരെ അമ്മേനൊക്കെ വിളിച്ച് അവരോട് ഞങ്ങൾ ചോദിച്ചു എന്തെങ്കിലും കുഴപ്പമുണ്ടോ. അപ്പോൾ അവർ പറഞ്ഞില്ല, ഞങ്ങൾ സേഫാണ്. നിങ്ങൾ വന്നു വെച്ചാൽ ഞങ്ങളും സേഫാണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാം സാധാരണ കിടക്കാൻ പോകുന്ന മാതിരി ആ 1:20 സമയത്ത് ഞങ്ങൾ കിടക്കാൻ പോയി. അപ്പോഴത്തേക്കും പുഴയിൽ വെള്ളം ശക്തമായിട്ട് ഒഴുകുകയാണ്. അപ്പോഴാണ് ഈ താഴെ പ്രദേശങ്ങളിലുള്ളവരൊക്കെ ടെറസിൻ്റെ മുകളിൽ അവിടെ ഇവിടെയൊക്കെ കയറി അവർ ഒരുവിധം കഴിച്ചിലാകാൻ പറ്റുന്നവരൊക്കെ മേലെ കുന്നിൻ്റെ മുകളിലൊക്കെ കയറി. അപ്പോഴും ഞങ്ങളിവിടെ നിൽക്കുന്ന. അപ്പം ഒരു 1:40 1:45 ഞാൻ കിടക്കുന്ന കട്ടിൽ ഇളകാൻ തുടങ്ങിയത് ഞാൻ പേരക്കുട്ടിനെ വിളിച്ചിട്ട് നേരെ അടുക്കള ഭാഗത്ത് കൂടി മുകളിലേക്ക് മരുമേൻ്റെ വീട് ഇങ്ങനെയാണ്. വീട്ടിൽ ഞാനും പേരക്കുട്ടി മാത്രമേ ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ ഞാൻ നേരെ മരുമേൻ്റെ വീട്ടിലേക്ക് ഓടി കയറി. അവിടെ മരുമേനും മോളും മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ അവരെ കുട്ടീനെ ഏൽപ്പിച്ചിട്ട് അതേ സ്പീഡിൽ തന്നെ ഞാൻ താഴേക്ക് തറവാട്ടിലേക്ക് പോകണമല്ലോ. തറവാട്ടിലേക്ക് പോകാൻ വേണ്ടി അതേ സ്പീഡിൽ തന്നെ ഓടി വരുമ്പോഴത്തേക്കും ചളി ഇത്രയ്ക്ക് ജനൽ പൊക്കത്തിനാണ് ചളി വന്നടഞ്ഞ്. അപ്പോൾ കയറി ഞാൻ താമസിക്കുന്ന വീട്ടിലേക്ക് ജനൽപ്പൊക്കം ചുമരോടുകൂടി ചേർന്ന് അങ്ങോട്ട് ഒഴുകിപ്പോയി. പിന്നെ എനിക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റില്ല. പിന്നെ ലാസ്റ്റ് ഞാൻ പിന്നെ മോളെയും പേരക്കുട്ടീനെയും മരുമാനെയും വിളിച്ച് നേരെ നമ്മളെ വീടിൻ്റെ നേരെ തന്നെ ഒരു കുന്ന് കാപ്പിക്കാടാണ്. ആ കാപ്പിക്കാട് ഒരു പിന്നെ കയറി അവിടെ നിന്നൊരു 1/2 കിലോമീറ്റർ താഴേക്ക് അതേ ഇറക്കും അതേ ഇങ്ങോട്ട് കയറി എങ്ങനെയോ സേഫ് ആയതാ. മരിച്ചത് ആരൊക്കെയാണ്? മരിച്ചത് പിന്നെ ഭാര്യൻ്റെ അമ്മ, പിന്നെ ഭാര്യൻ്റെ അനിയത്തിൻ്റെ ഭർത്താവ്, എൻ്റെ മോളുടെ മകള്, എൻ്റെ പേരക്കുട്ടി അവിടെയായിരുന്നു. പിന്നെ എൻ്റെ കൂടെ ആയിരുന്നു താമസം. 2 പേരക്കുട്ടികൾ എൻ്റെ കൂടെ ആയിരുന്നു. ഇടം വലം പോലെ. ഒരു 4 ദിവസമായിട്ടുള്ള അമ്മാവൻ്റെ അടുത്ത് പോയിട്ട്. 14 വയസ്സ്. അല്ല, പിന്നെ മൂത്തവള് +2 പഠിക്കുന്നു. അവള് എൻ്റെ അടുത്തുണ്ട്. ചെറിയവള് പോയവളാണ് 14 വയസ്സ്, അനാമിക. ഇത് മുന്നറിയിപ്പ് എന്തെങ്കിലും ലഭിച്ചിരുന്നായിരുന്നു? മുന്നറിയിപ്പ് ഒന്നും ലഭിച്ചിട്ടുണ്ടായില്ല. കാരണം തിങ്കളാഴ്ച രാവിലെ തന്നെ വെള്ളം ഉണ്ടായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ തന്നെ പുഴയിൽ നല്ല അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു. നമ്മളെ പറമ്പിൽ അലക്കാൻ പോകുന്ന ആ ഭാഗങ്ങളിൽ നമുക്കറിയാലോ, നമ്മളെ പറമ്പിൽ ഇപ്പോൾ എത്ര മഴ വന്നാലും വെള്ളം വന്നാലും അറിയാൻ പറ്റും നമുക്ക്. അപ്പം നമ്മളാ ഒരു ലെവൽ വെച്ചിട്ടാണ് അവിടെ നിന്ന്. ഞാൻ രാവിലെ ചായ കുടിക്കാൻ വേണ്ടി കടയിലേക്ക് പോകുമ്പോൾ പിന്നെ കുറേ ഒരു 600 മീറ്റർ അകലെ ഒരു ചെറിയൊരു ചായപ്പ് പോലെ എൻ്റെ ഇവിടം വരെ വെള്ളം ഉണ്ടായിരുന്നു. ചായ കുടിക്കാൻ പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ അത് കുറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വന്നത്. അപ്പോഴും നമ്മളിത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ക്യാമ്പിൽ ആരൊക്കെയുണ്ട്? ക്യാമ്പിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പം മോളും പേരക്കുട്ടി മരുമോനും അതാ കാണുന്ന വീട്ടിലുണ്ട്. അവർക്ക് ഇങ്ങനെ മോള് പോയതുകൊണ്ട് ആ ഒരു വിഷമത്തിൽ ഇവിടെ വരാൻ സാധിച്ചില്ല. അത്രേ ഉള്ളൂ. ഇതുപോലുള്ള ഓരോ ദുരന്തത്തിൻ്റെയും വേദനയുടെയും ദുഃഖത്തിൻ്റെയൊക്കെ കഥകളാണ് ക്യാമ്പിൽ നിന്ന് നാം കേൾക്കുന്നത്. ഇവിടെയുള്ളവരെല്ലാവരും മനസ്സ് മരവിച്ച അവസ്ഥയിലാണ്. തങ്ങളുടെ ഉറ്റവരോ ഉടയവരോ ഇന്നലെ വരെ കണ്ട് സംസാരിച്ച് തങ്ങളെ കൂടെ നിന്നവർ ഇന്നില്ല എന്നൊരു വേദനയിൽ നീറി കഴിയുന്നവരാണ് ഓരോരുത്തരെയും നാം കാണാൻ സാധിക്കുന്നത്. അതുതന്നെ വളരെയധികം ദുഃഖമാണ്. കേരളം മുഴുവൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്.